എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു ദിവസത്തെ വീഡിയോ ആണ് ഇത്. വിഷു ദിവസം ഇവിടെ അവധി ഉണ്ടായിരുന്നില്ല, പോവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എപ്പോഴും ഇതേപോലെയാണ്, എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും അതേപോലെ ഡ്യൂട്ടിയുള്ള സമയത്തൊക്കെയാണ് വിഷു വരുന്നതെങ്കിൽ വിഷു സദ്യയൊന്നും ഉണ്ടാക്കാറില്ല. പാലക്കാടൻ വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കുക പതിവ്. അതേപോലെ ഈ പ്രാവശ്യവും വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സദ്യ ഒരുക്കിയാലും ആരും കഴിക്കാനുമില്ല ഉച്ചയ്ക്കൊന്നും. പിന്നെ നമ്മൾ ഈ വയ്യാണ്ട് സദ്യ ഒരുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വിഷുക്കഞ്ഞി തന്നെ ഉണ്ടാക്കി. പാലക്കാടൻ സ്പെഷ്യൽ വിഷുക്കഞ്ഞി. അപ്പോൾ ആ ഒരു വിഷുക്കഞ്ഞീൻ്റെ റെസിപ്പിയും കൂടെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് പിന്നെ ഞങ്ങൾ കണി വെച്ചതും തലേ ദിവസം കണി ഒരുക്കി വെച്ചതും പിന്നെ പിറ്റേ ദിവസം കണി കണ്ടതൊക്കെ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചയാണത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടെ ഇതിൽ കൊടുക്കാം. തൃശ്ശൂർ ഭാഗത്തൊക്കെ വിഷു കട്ടയാണ് തോന്നുന്നു പതിവ്. രാവിലത്തെ ഭക്ഷണമായിട്ടാണ് അവരിത് കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വിഷുക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്കാണ്, രാവിലെ കഴിക്കാനല്ല. ഉച്ചയ്ക്ക് സദ്യ ഒന്നും ഉണ്ടാക്കാത്ത സമയത്ത് വിഷുക്കഞ്ഞി ഉണ്ടാക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ പ്രാവശ്യവും ആ വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പുളിയവര. പാലക്കാട് ഇതിന് പുളിയവരാന്നും അതേപോലെ മൊച്ചക്കൊട്ടാന്നൊക്കെയാണ് പറയുക, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. തമിഴിൽ മൊച്ചയെന്ന് പറയും. ബ്രൗൺ കളറിലുള്ളതാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളറാണ്. അതേപോലെ കറുപ്പ് കളറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം എന്തോ കണ്ട പോലെ, എനിക്ക് കറക്റ്റ് അതിൻ്റെ അറിയില്ല. പിന്നെ ഇവിടെ ഇപ്പം 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത മട്ടരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടില്ല. അത് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ എടുത്തത് കണി വെക്കാൻ ഉപയോഗിച്ചതെന്നുള്ള നവധാന്യങ്ങളുണ്ടല്ലോ, അതൊന്ന് കുറച്ചും എടുത്തിട്ടുണ്ടായിരുന്നു. ആ നവധാന്യങ്ങൾ വറുത്തെടുത്തിട്ടില്ല, ഈ അവര മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ. ഒന്ന് ഇതേപോലെ വറുത്തെടുത്ത ശേഷം മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇടികല്ലുണ്ടല്ലോ അതിനകത്തിട്ടിട്ട് ഇടിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ മിക്സിയിലിടുകയാണ് ചെയ്തത്. മിക്സിയിലിട്ടിട്ട് കൂടുതൽ അങ്ങ് പൊടിക്കരുത്, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വിടുകയോ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇതും അതേപോലെ ആ 1 ഗ്ലാസ് പച്ചരി ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ കുക്കറിലിടുക. കുറച്ചധികം തന്നെ വെള്ളം വെക്കണം, കാരണം അത് കുറച്ച് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇതിലിപ്പം വെക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, എന്നിട്ട് പിന്നെ വെന്ത ശേഷമാണ് ഉപ്പ് ചേർത്തത്. ഒരു 6 അടി അടിക്കുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം. സ്റ്റീം മുഴുവൻ പോയ ശേഷം അത് തുറന്ന് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഓരോരുത്തർക്കും കഞ്ഞിക്ക് എത്രമാത്രം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കണം. അതിന് വെന്ത ശേഷം പിന്നെ ഒഴിക്കുന്ന വെള്ളം പച്ചവെള്ളത്തേക്കാളും നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടായിരുന്നത്. നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കുക്കറിനും ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് കുക്കറിലേത് മാറ്റി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ധാന്യങ്ങളൊന്നും തന്നെ അതിനകത്ത് അങ്ങനെ കാണാനില്ലാത്ത രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. 1.5 മൂടിയോളം തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ എടുക്കുന്നൊന്നും കാണിക്കേണ്ടതാണ്. അപ്പോൾ ആ തേങ്ങാപ്പാൽ എടുത്തതിൽ നിന്ന് 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. അതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം പിന്നെ നമുക്കതിനകത്തേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച ശേഷം പിന്നെ കൂടുതൽ തിളപ്പിക്കൊന്നും ചെയ്യരുത്, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ ഓഫ് ചെയ്യാം. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാലും കുറച്ച് ചിരവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പം തേങ്ങ ഇട്ടിട്ടില്ല, വെറും തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു മാങ്ങാ സമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ സമ്മന്തി എന്നാണ് കേട്ടോ പറയുക, ചമ്മന്തി എന്നാണോ ഓരോരുത്തർ പറയുക. ഞങ്ങൾ സമ്മന്തി എന്നാണ് പറയാറുള്ളത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങയാണിത്. ആ മാങ്ങയും അതേപോലെ 2 പച്ചമുളകും, അതായത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, അതും പാകത്തിന് ഉപ്പും 2-3 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂട്ടാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ സ്വീറ്റ് പൊട്ടാറ്റോ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ കൂടെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പാലക്കാടൻ വിഷുക്കഞ്ഞി, മാങ്ങാ സമ്മന്തി, സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ളൊരു വിഭവവും പിന്നെ നാരങ്ങ അച്ചാറും. ഇതായിരുന്നു വിഷുവിൻ്റെ അന്നത്തെ ഉച്ചയ്ക്കത്തേത്.
ഇത് വിഷുവിന് മാത്രമേ ഉണ്ടാക്കാവുന്നൊന്നുമില്ല. ഞങ്ങളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഉച്ചയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.